ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രിപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ പോയത് ഒമാനിലെ വാദി ബിൻ ഖാലിദിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അകലെയായിട്ട് കാണുന്നത് ബിദിയ ഡെസേർട്ടാണ്. മസ്കറ്റിൽ നിന്നാണെങ്കിൽ 203 കിലോമീറ്റേഴ്സാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ ഇവിടേക്ക് പോകുന്ന റോഡ് സൈഡ് വ്യൂവിൽ ഒരുപാട് വലിയ മലകളും കുന്നുകളൊക്കെ കാണാം. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് ഞങ്ങൾ പാർസലായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ഥലം എത്തിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോയത് ഈദ് ഹോളിഡേയ്സിനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിൽ മുൻപ് ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഞങ്ങൾ ലേറ്റായിട്ടാണ് എത്തിയത്. ഇവിടെ വൈകിട്ട് 5:30 വരെയാണ് പൂളിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ 5:30 ആയിട്ടുണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നേരം വൈകിയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എൻഡ് വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വീഡിയോയിൽ കാണാം. വാദി എന്നത് അറബിയിലും വടക്കേ ആഫ്രിക്കയിലും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ മഴക്കാലത്ത് മാത്രം വെള്ളം ഒഴുകുന്ന താഴ്വരകളാണിവ. ഇതൊരു താൽക്കാലിക നദിയാണ്, മിക്കപ്പോഴും വരേണ്ടതായിരിക്കും. അപ്പോൾ ഒമാനിൽ ഒരുപാട് വാദികളുണ്ട്. ഏറ്റവും ഫേമസ് ആയ ഒന്നാണ് ഈ വാദി ബിൻ ഖാലിദ്. മക്കൾ വെള്ളത്തിലിറങ്ങാനായിട്ട് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് സമയം വെള്ളത്തിലൊക്കെ കളിച്ചു.
മൊത്തത്തിൽ സ്ഥലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ വെള്ളമൊക്കെ നല്ല ബ്ലൂയിഷ് ഗ്രീൻ കളറായിരുന്നു. ഈദ് ഹോളിഡേയ്സും കൂടെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അവസാനം വാദി ബിൻ ഖാലിദിൻ്റെ എൻഡ് എത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ താഴേക്ക് ഒരു സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഇറങ്ങി കഴിഞ്ഞാൽ അകലെയായിട്ട് എൻഡിൽ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അതാണ് അതിൻ്റെ എൻഡ് പോയിൻ്റ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയില്ല, കാരണം കുറച്ച് ഡേഞ്ചറസ് ആയ സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ നൈറ്റായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.